കെ സുധാകരന് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ അവസരം നൽകാത്ത കോൺഗ്രസ് നേതാക്കളുടെ പേരെടുത്താൽ അതിൽ മുൻപന്തിയിൽ തെളിയുന്ന പേര് വി ഡി സതീശന്റേത് തന്നെയാണെന്നാണ് പലരും പറയുന്നത്. കാരണം കെ സുധാകരൻ കണ്ണൂരിൽ മത്സരിക്കണമെന്ന വാശിയുമായി നിലയുറപ്പിച്ചപ്പോൾ മുതൽ പ്രത്യക്ഷമായും പരോക്ഷമായും അതിനെ എതിർത്തത് വി ഡി സതീശൻ തന്നെയായിരുന്നു. തുടർന്ന് പലതരത്തിലുള്ള നാടകീയ രംഗങ്ങൾ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൽ അരങ്ങേറുകയും പാർട്ടി ചിഹ്നത്തിൽ മത്സരിക്കുമെന്നും അതിന് പാർട്ടി അനുവദിച്ചില്ലെങ്കിൽ സ്വതന്ത്രനായി കണ്ണൂരിൽ നിന്ന് ജനവിധി തേടുമെന്നുമുള്ള തീരുമാനങ്ങളൊക്കെ സുധാകരൻ എടുക്കുകയും പിന്നീട് പാർട്ടിക്ക് വിധേയനായി എടുത്ത തീരുമാനങ്ങളെല്ലാം വേണ്ടെന്ന് വെച്ച് തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ സജീവമാവുകയുമായിരുന്നു. തെരഞ്ഞെടുപ്പ് പ്രചാരണങ്ങളിൽ കരുത്തോടെ നിൽക്കുന്ന കെ സുധാകരനെയാണ് പിന്നീട് നമുക്ക് കാണാനായത്. അതിനിടയിലാണ് കെ എസ് പറഞ്ഞ ചില വാക്കുകൾ ഏറെ ശ്രദ്ധേയമാകുന്നത്. 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ UDF സർക്കാർ അധികാരത്തിലെത്തിയാൽ ആരായിരിക്കും മുഖ്യമന്ത്രി എന്ന ചർച്ചകൾ കേരളത്തിലെ മുഖ്യധാരാ മാധ്യമങ്ങളും ഓൺലൈൻ മാധ്യമങ്ങളും അടക്കം നിരവധി തവണ ചർച്ചകൾ നടത്തിയ വിഷയമാണ്. പലരും പലരുടെയും പേരുകൾ പറയുന്നുണ്ടെങ്കിലും കെ സുധാകരനെ പോലെ ഒരു മുതിർന്ന നേതാവിന്റെ വാക്കുകൾക്ക് സമൂഹത്തിൽ വലിയ സ്വീകാര്യതയുണ്ടെന്ന കാര്യം വളരെ പ്രധാനപ്പെട്ടതാണ്. അതുകൊണ്ട് തന്നെ കെ എസ് പറഞ്ഞ വാക്കുകൾ നമുക്കൊന്ന് നോക്കാം. UDF സർക്കാർ അധികാരത്തിൽ വരികയാണെങ്കിൽ രമേശ് ചെന്നിത്തല മുഖ്യമന്ത്രിയാകണമെന്നാണ് തന്റെ ആഗ്രഹമെന്ന് മുൻ KPCC പ്രസിഡന്റും കണ്ണൂർ MPയുമായ കെ സുധാകരൻ പറഞ്ഞു വെക്കുന്നു. രമേശ് ചെന്നിത്തലയെയാണ് താൻ ശുപാർശ ചെയ്യുകയെന്നും അദ്ദേഹം മാധ്യമങ്ങൾക്ക് മുന്നിൽ വ്യക്തമാക്കി. സീനിയറായ പക്വതയുള്ളയാളാണ് രമേശ് ചെന്നിത്തല എന്നാണ് സുധാകരൻ പറയുന്നത്. വി ഡി സതീശൻ, KC വേണുഗോപാൽ, രമേശ് ചെന്നിത്തല എന്നിവരുടെ പേരുകൾ ചർച്ച ചെയ്യപ്പെടുന്നുണ്ടല്ലോ എന്ന ചോദ്യത്തിനാണ് താൻ രമേശ് ചെന്നിത്തലയെ മുഖ്യമന്ത്രിയാക്കണമെന്നാണ് ശുപാർശ ചെയ്യുന്നതെന്ന് സുധാകരൻ വ്യക്തമാക്കിയത്. UDF അധികാരത്തിൽ വന്നാൽ മുഖ്യമന്ത്രിയെ ഹൈക്കമാൻഡ് തീരുമാനിക്കുമെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ് അടക്കമുള്ള മുതിർന്ന നേതാക്കൾ പറയുമ്പോഴാണ് രമേശ് ചെന്നിത്തല മുഖ്യമന്ത്രിയാകണമെന്ന അഭിപ്രായം തുറന്നു പറഞ്ഞ് സുധാകരൻ രംഗത്തെത്തിയത്. മുഖ്യമന്ത്രി സ്ഥാനത്തിനായി വഴക്കുണ്ടാക്കാനില്ലെന്നായിരുന്നു പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ കഴിഞ്ഞ ദിവസം പറഞ്ഞത്. കപ്പിനും ചുണ്ടിനുമിടയിൽ സ്ഥാനങ്ങൾ പോയ കാലത്തും കലഹിച്ചിട്ടില്ല. കോൺഗ്രസിൽ മുഖ്യമന്ത്രി പദത്തിനായി മത്സരമില്ല. ഒരു നേതാവിനെ ഉയർത്തിക്കാട്ടിയല്ല കോൺഗ്രസിന്റെ തെരഞ്ഞെടുപ്പ് പോരാട്ടമെന്നും AICCയുടെ നടപടിക്രമങ്ങൾ അനുസരിച്ചായിരിക്കും മുഖ്യമന്ത്രിയെ തീരുമാനിക്കുകയെന്നും സതീശൻ പ്രതികരിച്ചിരുന്നു. ഇതിൽ നിന്നെല്ലാം വ്യക്തമാകുന്നത് VDയും KSും തമ്മിലുള്ള പടലപ്പിണക്കം വീണ്ടും മറനീക്കി പുറത്തു വന്നു തുടങ്ങിയെന്നാണ്. കുറച്ചു നാളുകൾക്ക് മുൻപ് ഒരു പൊതുപരിപാടിക്കിടെ മൈക്കിലൂടെ പ്രതിപക്ഷ നേതാവിനെ എന്തോ വിളിക്കുന്ന കണ്ണൂർ MP സുധാകരന്റെ വീഡിയോ സോഷ്യൽ മീഡിയ കീഴടക്കിയിരുന്നു. അതിനു മുൻപും ശേഷവും കെ സുധാകരനും വി ഡി സതീശനും അത്ര നല്ല ടേംസിലല്ലെന്നാണ് ഇവരോട് അടുപ്പമുള്ളവർ പറയുന്നത്. മൂക്കത്ത് ചുണ്ടിയും വെച്ചിരിക്കുന്ന വി ഡി സതീശൻ തക്കം കിട്ടിയപ്പോൾ തെരഞ്ഞെടുപ്പിന്റെ പേരിൽ സുധാകരനെ ചവിട്ടിയെന്ന് പറയുന്നവരാണ് കോൺഗ്രസിലേറെയും. എന്നാൽ ഇതുകൊണ്ടൊന്നും തളരുന്ന ആളല്ല കണ്ണൂരിന്റെ പുലിക്കുട്ടി എന്നാണ് രമേശ് ചെന്നിത്തലയെ പിന്തുണച്ചുകൊണ്ട് മുന്നോട്ട് വന്ന കെ സുധാകരന്റെ വാക്കുകളിലൂടെ അണികളെ ബോധ്യപ്പെടുത്തി കൊടുക്കുന്നത്. കേരളത്തിലെ കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ കെ സുധാകരന്റെ വാക്കുകൾക്ക് ഒരു പ്രത്യേക സ്ഥാനമുണ്ട്. അതുകൊണ്ട് തന്നെ ചെന്നിത്തലയെ പിന്തുണച്ച് KS വന്നിരിക്കുന്നത് അണികളെ കൂടുതൽ ആവേശത്തിലാക്കുമോ അതോ വി ഡി സതീശനെ പിന്തുണയ്ക്കുന്നവർ അതിനെതിരെ തിരിയുമോ എന്ന് കണ്ടറിയാം.